ഒരു പ്രതികരണം കൂടി പാലക്കാട്ട് നിന്ന് ഒരു രസകരമായിട്ടുള്ള പ്രതികരണമാണ്. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്ന് അറിയില്ല, ചങ്ങലക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കും. മറിച്ച് LDF സ്ഥാനാർത്ഥിയോ BJP സ്ഥാനാർത്ഥിയോ വിജയിക്കുകയാണെങ്കിൽ പരസ്യമായി മൊട്ടയടിച്ച് ഇടതുകാത് കുത്തിയിരിക്കുന്നു. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ പിടിച്ച് പുറത്താക്കെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാലഞ്ച്? UDF വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായി വോട്ടെടുപ്പിന് ശേഷം LDF-ഉം BJP ഒക്കെ പറയുന്നത് എടാ ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടും ഇത്തവണത്തെ ചിട്ടയായ പ്രവർത്തനങ്ങളും മറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ വികാരങ്ങൾ ഉൾപ്പെടെ വോട്ടായി മാറും എന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ 2 ഭാഗത്തു നിന്നുള്ള ആളുകളോട് വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി മൊട്ടയടിക്കുന്നു, ഇടത് കാത്ത് കുത്തുന്നു എന്നും പറയാൻ കാരണം. തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ 1ാം സ്ഥാനത്ത് വരികയും BJP ജയിക്കില്ല എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്താണ് പോവുക എന്ന് പറഞ്ഞിട്ടാണ് ബെറ്റ് വെച്ചത്. പക്ഷെ ആ ബെറ്റിൽ നമ്മൾ പരാജയപ്പെട്ടു. ചെറുതായിട്ട് ഈ പാലക്കാട്ടെയും ബെറ്റിന് പുറമെ അതിന് മുന്നേ ഒക്കെ ബെറ്റ് വെക്കാറുണ്ടോ? അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. അതിന് മുമ്പ് ബെറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ ബെറ്റിലേക്ക് ജയിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പുള്ള ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പിലായിരുന്നു. അത് വലിയ കാര്യാക്കണ്ടേ. ലോക്സഭയ്ക്ക് ബെറ്റ് വെച്ചിരുന്നു, പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു പരസ്യമായ ഒരു ഇതൊന്നും അല്ല. അത് പിന്നെ ചെറിയ എന്താ പറയാ മധുരവും അല്ലെങ്കിൽ 1000 പൈസ അങ്ങനെയൊക്കെ ഒരു സംഭവം തന്നെയൊക്കെ ആയിരുന്നു. പണത്തിനോട് ആർത്തി തോന്നുമ്പോ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. പക്ഷെ അതിലൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ചൂട് കൂടുന്നത് കൊണ്ട് ഓൾറെഡി മൊട്ടടിക്കാൻ തീരുമാനിച്ചിരുന്നു, ഇടത് കാത് കുത്താൻ തീരുമാനിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ തീരുമാനിച്ചത് ഇടത് കാത് കുത്താന്ന് മാത്രമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ തവണ ഇതായിട്ട് ചെയ്തല്ല, അപ്പൊ ഇത് ബാലൻസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഞാൻ മൊട്ടയടിക്കാം. തലമണ്ട ഇടി വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.